ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആരിലും നമ്മുടെ മനോഭാരങ്ങളെ അറിയുന്ന അരുമനാഥൻ്റെ അരികിൽ അണഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും ഭാരങ്ങളും ഇട്ടുകൊടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മത്തായി സുവിശേഷം 14-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുന്നു. യേശു പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാനായിട്ട് നിർബന്ധിക്കുകയാണ്. ശിഷ്യന്മാർ വിശ്രമിക്കുവാൻ ആഗ്രഹിച്ച ഒരു സമയമായിരുന്നു യേശു അവരെ നിർബന്ധിച്ചത്. പകൽ മുഴുവൻ യേശുവോടൊത്തുള്ള യാത്രയും വൈകുന്നേരമായപ്പോൾ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ആയിരക്കണക്കിന് പുരുഷാരത്തിന് വിളമ്പിക്കൊടുത്തതും അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. അനേകായിരങ്ങൾക്ക് വിളമ്പിക്കൊടുത്ത ശിഷ്യന്മാർ വാസ്തവത്തിൽ ആഗ്രഹിച്ചത് ഒരു വിശ്രമമായിരുന്നു. എന്നാൽ അപ്പം തിന്ന പുരുഷാരത്തെ യേശു പറഞ്ഞയക്കുകയും അപ്പവും മീനും വിളമ്പിക്കൊടുത്ത ശിഷ്യന്മാരോട് വീണ്ടും കർമ്മനിരതരാകുവാൻ ആവശ്യപ്പെടുകയുമാണ് കർത്താവ് ചെയ്തത്. കർത്താവ് ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. നാം ആഗ്രഹിക്കുന്നത് വിശ്രമമായിരിക്കാം, എന്നാൽ ദൈവം നമ്മോട് കൽപ്പിക്കുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇവിടെ കർത്താവ് അവരെ നിർബന്ധിക്കുകയാണ്. സ്നേഹത്തോടു കൂടിയ നിർബന്ധം, ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ നിർബന്ധിക്കുകയാണ്. ആ നിർബന്ധത്തിന് മുമ്പിൽ വിശ്രമം വേണ്ട എന്ന് വെച്ച് ശരീരത്തിൽ ക്ഷീണമുണ്ടെങ്കിലും ആ ക്ഷീണം അവഗണിച്ചുകൊണ്ട് വകവയ്ക്കാതെ ശിഷ്യന്മാർ പടക് കയറി അക്കരയ്ക്ക് പോവുകയാണ്. കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാർ ഇപ്പോൾ പ്രതിസന്ധിയിലായി. പടക് കരവിട്ട് പല നാഴിക ദൂരത്തായിരിക്കുകയാണ്. ആ സമയത്ത് പ്രതികൂലത്തിൻ്റെ കാറ്റ് പടകിനെതിരെ അടിക്കുന്നു. തിരകളാൽ പടക് വലയുകയാണ്, വലഞ്ഞിരുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. രാത്രിയിലെ 4-ാം യാമത്തിൽ അവരെ പറഞ്ഞയച്ച കർത്താവ് അവരെ അനാഥരാക്കാതെ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വരുന്നു. കടലാണിപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നത്. കടലാണ് അവരുടെ മുമ്പിൽ വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ആ കടലിനെ കാൽക്കീഴാക്കിക്കൊണ്ട്, ആ പ്രശ്നത്തെ തൻ്റെ കാൽക്കീഴാക്കിക്കൊണ്ട് കർത്താവ് തൻ്റെ അരുമശിഷ്യന്മാരുടെ അടികിലേക്ക് നടന്ന് വരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിന് ഒത്തിരി പ്രാധാന്യം ഉണ്ട്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച ദൈവമക്കൾ, കർത്താവ് പറഞ്ഞിട്ട് ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടവർ, കർത്താവ് നിർബന്ധിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ മനസ്സ് വെച്ചവർ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. ദൈവത്തെ അനുസരിച്ചാൽ വരുന്ന പ്രതിസന്ധികൾ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്ത് തീർച്ചയായും തൻ്റെ വാക്ക് അനുസരിച്ച തൻ്റെ ജനത്തിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ചിന്തകൾ നമ്മെ ഉറപ്പിക്കേണ്ടതാണ്. ഒരു വ്യക്തി ദൈവവചനം അനുസരിച്ചാൽ ആ വ്യക്തിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ നേരിടുന്ന സകല പ്രതിസന്ധികളെയും പരിഹരിപ്പാൻ കർത്താവ് കൂടെ ഉണ്ടാകും. അനുസരിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് എപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. നിർബന്ധത്താൽ യേശുവിൻ്റെ വാക്ക് കേട്ട് അക്കരയ്ക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർ തകർന്നു പോകുവാൻ യേശു അനുവദിച്ചില്ല. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഈ പ്രഭാതത്തിൽ വചനത്തിൽ നിന്ന് പറയുവാനുള്ള കാര്യം, അവിടുന്ന് ഒരു നാളും നമ്മെ കൈവിടുന്ന ദൈവമല്ല. നമ്മുടെ ഹൃദയം ചിലപ്പോൾ തളർന്നു പോയിട്ടുണ്ടാവും. നടുക്കടലിൽ തിരകളാൽ
നമ്മുടെ ജീവിത പടക് അലഞ്ഞ് വലയുകയായിരിക്കാം. ആഗ്രഹിച്ച് തുറമുഖത്ത് എത്തിച്ചേരുവാൻ കഴിയുമോ എന്നുള്ള ആശങ്കകൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നുണ്ടാവാം. ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവനൊരിക്കലും വഴിയിൽ നാം അലയുവാൻ അനുവദിക്കില്ല. തക്ക സമയത്ത് അവിടുന്ന് നമ്മെ വിടുവിക്കും. ഈ വചനങ്ങൾ നമുക്കെല്ലാവർക്കും ധൈര്യമാകട്ടെ. അതുകൊണ്ട് അധൈര്യപ്പെടാതെ, നിരാശപ്പെടാതെ, ജീവിതത്തിൽ ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ വന്നു എന്ന് പറയാതെ, എല്ലാം എൻ്റെ കർത്താവ് നന്മയ്ക്കായി ചെയ്യും എന്ന് നമുക്കുറച്ചിരിക്കാം. നമ്മുടെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മഹത്വത്തെ വെളിപ്പെടുത്തിയ കർത്താവ്, വിശ്വസിച്ചാൽ മഹത്വം കാണും എന്ന് പറഞ്ഞ കർത്താവ്, തൻ്റെ മഹത്വം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് വെളിപ്പെടുത്തട്ടെ. കർത്താവെ, വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തിരകളാൽ പടക് വലഞ്ഞതുപോലെ ജീവിത പടക് ഉലയുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ കർത്താവ് അവരെ സഹായിക്കണമേ. കർത്താവിൻ്റെ വചനം അനുസരിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെയാകുവാൻ യേശുവിൻ